കൊച്ചിയിൽ FC ഗോവയ്ക്കെതിരെ ദയനീയ തോൽവിക്ക് ശേഷം മൈക്കിൾ സ്റ്റാറയുടെ പ്രതികരണം വീണ്ടും ആരാധകരെ പ്രകോപിപ്പിക്കുന്നതാണെന്ന് വ്യക്തമാണ്. ഒരു പ്ലാൻ പോലുമില്ലാത്ത കളി ബ്ലാസ്റ്റേഴ്സ് പുറത്തെടുക്കുന്നത് പകൽ പോലെ വ്യക്തമാകുമ്പോൾ തന്റെ പ്ലാൻ അനുസരിച്ച് കാര്യങ്ങൾ ആദ്യം വർക്കായി എന്ന മട്ടിലാണ് ആശാന്റെ വ്യക്തമാക്കൽ. എല്ലാ ചോദ്യങ്ങൾക്കും ഒരു വ്യക്തതയില്ലാത്ത മറുപടി ആവർത്തിച്ച സ്റ്റാറെ വീണ്ടും വീണ്ടും പാലിക്കാൻ കഴിയാത്ത ഉറപ്പുകളും വീരവാദങ്ങളും നിരത്തിയാണ് അവസാനിപ്പിച്ചത്. താരങ്ങൾ ഇപ്പോൾ നിരാശരാണെന്നും BFCക്കെതിരെ അവർ ശരിയായി ഞങ്ങൾ ശക്തമായി തിരിച്ചു വരുമെന്നാണ് സ്റ്റാറെ ആവർത്തിക്കുന്നത്. അതായത് കൊച്ചിയിൽ ജയിക്കാൻ പറ്റാത്ത ബ്ലാസ്റ്റേഴ്സ് അവരുടെ ഹോമിൽ പോയി അവരെ തോൽപ്പിക്കുമെന്നും, അതും ഇപ്പോഴത്തെ അവസ്ഥയിൽ. വല്ലാത്ത ജാതി തന്നെ. കോച്ചിന് പ്രത്യേക പ്ലാൻ ഉണ്ടോ, അല്ലെങ്കിൽ മെയിൻ പ്ലാൻ വർക്കായില്ലെങ്കിൽ പ്ലാൻ B ഉണ്ടോ എന്നതും സംശയമാണ്. അതൊന്നും കളത്തിൽ കാണുന്നില്ല. ഡയലോഗിനാണെങ്കിൽ ഒരു കുറവും ഇല്ല. എന്തിന് കോച്ചിനെ മാത്രം പഴിച്ചിട്ട് കാര്യം? കോച്ചിന് പ്ലാൻ ഉണ്ടെങ്കിൽ തന്നെ അത് വർക്കൗട്ട് ആക്കിപ്പിക്കാൻ മാത്രമുള്ള മികച്ച ഇന്ത്യൻ ലൈനപ്പ് ബ്ലാസ്റ്റേഴ്സിനുണ്ടോ? ഇല്ല. സഹൽ പൂട്ടിയ, ജീക്സൺ തുടങ്ങിയ മികച്ച ഇന്ത്യൻ താരങ്ങളെ വിറ്റ് കാശാക്കിയപ്പോൾ മികച്ച പകരക്കാരെ ഇതുവരെ കൊണ്ടുവരാൻ മാനേജ്മെന്റിന് കഴിഞ്ഞിട്ടില്ല. ലെസ്കോവിച്ച് പോയ ഒഴിവിൽ വന്ന കൊയ്ഫ് അംബെ പരാജയമായിരുന്നു. ആ വിടവ് ഇപ്പോഴും ആരാധകർക്കും ബ്ലാസ്റ്റേഴ്സിനും വേദന തന്നെയാണ്. ഹീസ് എ ഗ്രേറ്റ് ലീഡർ. അവിടെയും മാനേജ്മെന്റ് ദുരന്തമായി. മികച്ചൊരു ഗോൾ കീപ്പിംഗ് അഡീഷൻ നടത്താൻ പറ്റിയ ഒരവസരമായിരുന്നു ഹൈദരാബാദ് സ്വന്തമാക്കിയ ഗുർമിത് സിംഗ്. താരത്തിന് വേണ്ടത് ലോങ് കോൺട്രാക്ട്. എന്തുകൊണ്ട് ബ്ലാസ്റ്റേഴ്സിനത് നൽകാൻ പറ്റിയില്ല? സച്ചിനു പകരം എത്രയോ മികച്ചതായിരുന്നു ഗുർമിത്. ഉള്ളത് പറയുമ്പോൾ ആർക്കും പിടിക്കില്ല, അതാണ് യാഥാർത്ഥ്യം. മികച്ച യുവതാരങ്ങളെ ചെറിയ വിലക്ക് വാങ്ങി സെറ്റാക്കി നല്ല തുകയ്ക്ക് വിറ്റ് കാശാക്കുന്ന പരിപാടി ഇത് തന്നെയാണ് ആവർത്തിക്കുന്നത്. പിന്നെ എവിടെ മികച്ച ഇന്ത്യൻ സ്ക്വാഡ് ഉണ്ടാകും? ഇവാനാശാൻ ഹോമിൽ തീർത്ത എതിർ ടീമുകൾക്കുള്ള ഭയവും വിന്നിംഗ് സ്ട്രൈക്കും മിക്കൽ സ്റ്റാറെ കളഞ്ഞു കുളിച്ചിട്ടുണ്ട്. ബ്ലാസ്റ്റേഴ്സ് ചരിത്രത്തിൽ ആദ്യമായി ഒരു സീസണിൽ 4 ഹോം തോൽവികൾ വഴങ്ങി ഒരു സീസണിൽ ഏറ്റവും കൂടുതൽ ഹോം തോൽവി എന്ന നാണക്കേടിന്റെ റെക്കോർഡ് കൂടെ സ്വന്തമാക്കുകയാണ് സ്റ്റാറയുടെ കീഴിൽ ബ്ലാസ്റ്റേഴ്സ്. ലൂണയുടെ അവസ്ഥയാണ് കഷ്ടം. എങ്ങനെ കളിച്ച താരമായിരുന്നു. ഇപ്പോൾ ഈ കഴിവില്ലാത്തവന്മാരുടെ കൂടെ കൂടി ഉള്ള കഴിവും പോയി കിട്ടി. ചാണകം ചാരിയാൽ ചാണകം മണക്കും, ചന്ദനം ചാരിയാൽ ചന്ദനം മണക്കും എന്ന പോലെയാണ് ലൂണയുടെ അവസ്ഥ. ലൂണയുടെ കഴിവുകൾ എവിടെയും പോയിട്ടില്ല. ലൂണയ്ക്ക് പറ്റിയ കഴിവുള്ള താരങ്ങളെ കിട്ടിയാൽ ലൂണയുടെ സ്കില്ല് താനെ പുറത്തു വരും. അതുതന്നെയാണ് ഡയസ് അൽവാരോ അന്നുണ്ടായ ടീമും കളിയും കണ്ടത്. ഒരു ഉളുപ്പ് പോലുമില്ലാതെ ക്യാഷ് ഉണ്ടാക്കാൻ നടക്കുന്ന നിഖിലും മാനേജ്മെന്റും ഇങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് എങ്കിൽ ലൂണയ്ക്ക് മറ്റു ടീമുകളിലേക്ക് ചേക്കേറി മികച്ചൊരു സന്തോഷത്തോടെയുള്ള വിരമിക്കൽ കിട്ടിയേക്കും. ഇവിടെയാണെങ്കിൽ അത് പ്രതീക്ഷിക്കേ വേണ്ട. നിഖിൽ നയിക്കുന്ന കബഡി ടീമായ തമിഴ് തലൈവാസിന്റെ അവസ്ഥയും ബ്ലാസ്റ്റേഴ്സിന്റെ സെയിം അവസ്ഥ തന്നെയാണ്. അവർ രണ്ടു ടീമുകളും ഇപ്പോൾ പോയിന്റ് ടേബിളിൽ 9ാം സ്ഥാനത്താണ്. വാട്ടെ ഷെയിം. ഒന്നിനും കൊള്ളാത്ത ഒരു മരപ്പാഴും അവന്റെ കുറെ കൊണയടികളും മാത്രം. In the house of my wife and daughter, you will not see any minute of that today.